ഒരിക്കൽ കൂടി പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ കൂടുതൽ പ്രവർത്തകർ ഉപരോധ സമരത്തിന്റെ ഭാഗമായി പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്തേക്ക് ഒലവക്കോട്ടേക്ക് എത്തുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തോതിൽ പ്രവർത്തകരുടെ എണ്ണം കൂടിയിരിക്കുന്നു, പോലീസ് സന്നാഹവും കൂടിയിരിക്കുകയാണ്. ഡിവിഷൻ ഓഫീസിന്റെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നു. സന്തോഷ്, ഡിവിഷൻ ഓഫീസിന്റെ മുൻപിൽ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ മിനിറ്റ് കൂടുന്തോറും പ്രവർത്തകരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനു, രാവിലെ ഉപരോധ സമരം ഗേറ്റുകൾ നടത്തി ഡിവൈഎഫ്ഐ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നു. ഇപ്പോൾ അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഡിവൈഎഫ്ഐ പാലക്കാട് സബ് ഡിവിഷൻ ആസ്ഥാനത്തിനുള്ളിലേക്ക് തന്നെ കടന്നിരിക്കുന്നു. പ്രധാനപ്പെട്ട ഗേറ്റുകളിൽ ഉപരോധിച്ചുകൊണ്ടാണ് സമരം ആസ്ഥാനത്തിലെ പ്രധാനപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ അർദ്ധരാത്രിയിൽ കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ വഞ്ചിച്ചിരിക്കുകയാണ്. പാലക്കാട് ഡിവിഷനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതിനു മുന്നേ നമ്മുടെ അനുഭവമുണ്ട്. പാലക്കാട് ഡിവിഷൻ കേരളത്തിനകത്തെ, ഇന്ത്യ രാജ്യത്തിനകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ഡിവിഷനെ, ആ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും വഹിക്കുന്ന മംഗലാപുരം സെൻട്രലും മംഗലാപുരം ജംഗ്ഷനും പരമ്പൂർ റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ മൈസൂരു ഡിവിഷനിലേക്ക് ചേർക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തിൻ്റെ പേരിലാണ് പാലക്കാട് ഡിവിഷനിൽ നിന്നും ഈ റെയിൽവേ സ്റ്റേഷനുകളെ ഇല്ലാതാക്കിയിട്ടുള്ളത്? അത് തികച്ചും കർണാടക തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് BJP നടത്തുന്ന ഒരു രാഷ്ട്രീയ നാടകമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇനി അങ്ങോട്ട് പ്രതിവർഷം 1100 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുമൂലം പാലക്കാട് ഡിവിഷൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഇത് ഭാവിയിൽ വരുമാനമില്ലാത്ത ഡിവിഷനാണ് പാലക്കാട് എന്ന് കണ്ടുകൊണ്ട് തന്നെ ഇവിടേക്ക് യാതൊന്നും അനുവദിക്കാതിരിക്കുകയും യഥാർത്ഥത്തിൽ മലയാളികളെ, കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് BJP സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിന് ഒത്താശ പാടുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഈ നേരം വരെയായി പാലക്കാടിന്റെ MP കേന്ദ്രത്തിനകത്ത് പോയി കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണാനോ ഇവരുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനോ തയ്യാറാവാതെ പാലക്കാട് നിന്ന് ചുറ്റിക്കറങ്ങുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അദ്ദേഹം ചാനലുകളുടെ മുന്നിൽ വെയിറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു MP ഇത്രയും വലിയ പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു കാര്യം നടക്കുന്ന സമയത്ത് അതിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കേണ്ട അദ്ദേഹം തികച്ചും പാലക്കാടിലെ ജനങ്ങളെ, കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് UDF MPമാർ, കേരളത്തിലെ UDFന്റെ MPമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഉയർന്നു വരിക തന്നെ ചെയ്യും. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണ് DYFI ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. അതിശക്തമായ സമരമാണ് DYFI ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമരം ഞങ്ങൾ വെറുതെ കേവലമായ ഒരു സമരം നടത്തി അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു സമരമല്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ ആകെ ആവശ്യമായി മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. ഇതൊരു തുടക്കമാണ്. ഞങ്ങൾക്ക് വേണ്ടത് കൃത്യമായി ഞങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ നടപ്പിലാക്കുക എന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മുൻപ് പാലക്കാട് നിന്ന് സേലം ഡിവിഷൻ വെട്ടിമാറ്റുന്ന സംഭവം ഉൾപ്പെടെ ഉണ്ടായി. അപ്പോൾ അതിനെതിരെ പ്രതിഷേധം വലിയ രീതിയിൽ ഉയർന്നു വന്നപ്പോൾ കേരളത്തിന് കേന്ദ്രം നൽകിയ ഒരു ഉറപ്പ് എന്ന് പറയുന്നത് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കി വന്നായിരുന്നു. പക്ഷേ ആ കോച്ച് ഫാക്ടറിയുടെ അവസ്ഥ ഉൾപ്പെടെ നമുക്കിപ്പോൾ തിരിച്ചറിയാം. അത് ഇല്ല എന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോൾ ഇത്തരം സാഹചര്യവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തെ ആകെ വഞ്ചിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായി കേരളത്തെ കണക്കാക്കാത്ത രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതിശക്തമായ സമരം തുടരുക തന്നെ ചെയ്യും. അങ്ങനെ ഈ കേവലം ഒരു സമര പ്രതിഷേധം നടത്തി അവസാനിപ്പിക്കാനല്ല DYFI ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമരത്തിന് വലിയ തുടർച്ചയുണ്ടാവുമെന്നാണ് ഈ സൂചിപ്പിക്കാനുള്ളത്. പാലക്കാട് മാത്രമല്ല, കേരളത്തിനാണ് ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കുന്നത്. ഈ റെയിൽവേ ഡിവിഷൻ വിഭജനം അതായത് തികച്ചും പ്രാദേശികമായിട്ടുള്ള അടിസ്ഥാനത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഡിവിഷൻ അല്ലെങ്കിൽ പുതിയൊരു ഡിവിഷൻ ഉണ്ടാക്കുകയോ എന്നതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട പാലക്കാട് ഡിവിഷന്റെ വരുമാനത്തിന്റെ 50-60% വരുന്ന കണക്ടിവിറ്റിയുള്ള മംഗലാപുരം സ്റ്റേഷനുകളെ മാത്രം കിലോമീറ്റർ നോക്കിയാൽ വെറും 17 കിലോമീറ്റർ അതിനൊന്നും അടർത്തിയെടുത്തുകൊണ്ട് അത് ബാംഗ്ലൂരിലേക്ക്, കർണാടക കേന്ദ്രമാക്കിയ സോണിലേക്ക് മാറ്റുക എന്നതാണ്. അതായത് വരുമാനമില്ലാതാക്കുക എന്നത് സ്വാഭാവികമായും അത് പാലക്കാട് ഡിവിഷന്റെ അനുദിന തന്നെ ചെയ്യും. അതാണ് ഇവിടെ പ്രതിഷേധം. വലിയ വികസന പദ്ധതികളൊക്കെയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോഴും കോച്ച് ഫാക്ടറിയുടെ 225 ഏക്കറോളം സ്ഥലമുണ്ട്. പുതിയ പദ്ധതികൾ റെയിൽവേ ഇവിടെ ആരംഭിക്കാൻ കഴിയുന്നതാണ്. ഈ
പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും വെച്ചാൽ ആരംഭിക്കാൻ കഴിയുന്നതാണ്. അതും ഉണ്ടായില്ല. മാത്രമല്ല ഒരു സോൺ വേണമെന്ന കേരളത്തിന്റെ ആവശ്യം പോലും അംഗീകരിച്ചിട്ടില്ല. പകരം കർണാടക കേന്ദ്രീകരിച്ച് കർണാടകയ്ക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട നിരക്ക് നീക്കുമോ അല്ലെങ്കിൽ ടിക്കറ്റ് നിരക്കിലോ മുൻപന്തിയിൽ നിൽക്കുന്ന സ്റ്റേഷനുകളൊക്കെ. ശരി, വ്യക്തമാണ് സന്തോഷ്, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വലിയ പ്രതിഷേധം നടക്കുകയാണ് ഇപ്പോൾ പാലക്കാട് ഡിവിഷൻ ആസ്ഥാനത്തിന് മുൻപിൽ. പാലക്കാട് ഒലവക്കോടാണ് ഡിവിഷൻ ആസ്ഥാനം. അവിടെയാണ് ഈ പ്രതിഷേധം ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. ഉപരോധ സമരമാണ്. ഒരൊറ്റ ജീവനക്കാരനെയും ഓഫീസിനുള്ളിൽ പ്രവേശിപ്പിക്കില്ല എന്ന് തന്നെയാണ് അവരുടെ നിലപാട്.